Hello everyone, welcome to Civil Trade. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ പാർട്ട് 3 ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സോ ബാക്കി പാർട്ട് 1ഉം പാർട്ട് 2ഉം നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ ദോസ് പ്ലെയിൻസ് ഓൺ വിച്ച് പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ എന്താണ് ഉള്ളതെന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട്, ഓപ്ഷൻ ബി മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട്, ഓപ്ഷൻ സി മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് ജസ്റ്റ് നോക്കാം. പ്ലെയിൻസ് അക്രോസ് വിച്ച് ഓൺലി നോർമൽ സ്ട്രെസ് ആൻഡ് നോ ഷിയർ സ്ട്രെസ് ആക്ട്സ് ആർ കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ നോർമൽ സ്ട്രെസ് മാത്രം, അതായത് ഷിയർ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത നോർമൽ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുന്ന പ്ലെയിൻസിനെയാണ് നമ്മൾ എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. അവിടെ എന്താണ് ഉണ്ടാവുന്ന ആ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആയിരിക്കും. അതുപോലെ എന്താണ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു 3 പ്ലെയിൻസും അതുപോലെ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസും ആ ഒരു പോയിന്റിന് ഉണ്ടാവും. ഓക്കെ, അതുപോലെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാത്രമാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ മൂന്നാമത്തത് നമ്മൾ എന്താണ് അതായത് നമ്മൾ 3Dയുടെ കേസിലാണെങ്കിൽ ആ മൂന്നും കൺസിഡർ ചെയ്യും. 2 ഡയമെൻഷൻ കേസിലാകുമ്പോൾ നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന പോലെ ഒരു സിഗ്മ എക്സ് സിഗ്മ വൈയും നമ്മൾ നോർമൽ സ്ട്രെസ് ആയിട്ട് ടെൻസൈൽ നേച്ചറിലുള്ള 2 നോർമൽ സ്ട്രെസ്സസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ടോ എക്സ് വൈ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സും ആണെങ്കിൽ, നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2 അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉണ്ട്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആൻസർ എന്താണ് വരിക? അപ്പം ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആണ് വരിക. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും അതുപോലെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ്. യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? amount of deformation in the direction of applied force divided by the initial length of the material, അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. രണ്ടും ലെങ്ത് ആണ്, അതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നൺ ഓഫ് ദീസ് ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഓൾസോ നോൺ ആസ്. പെർമിസിബിൾ സ്ട്രെസ്സിനെ നമ്മൾ എന്താ വേറെ ഒന്നും വിളിക്കാം? സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കൽ ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്ന സ്ട്രെസ്സസിനെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സസ് ഓർ സേഫ് വർക്കിംഗ് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ എന്താണ് പെർമിസിബിൾ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് സ്ട്രെസ്. ഓപ്ഷൻ എ വർക്കിംഗ് സ്ട്രെസ് ആണ് ആൻസർ. സോ ഇത് പെർമിസിബിൾ സ്ട്രെസ്സസിനെ എക്സീഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. സോ പെർമിസിബിൾ സ്ട്രെസ് തന്നെയാണ് നമ്മുടെ വർക്കിംഗ് സ്ട്രെസ് ആയിട്ട് വരുന്നത്. Next question, in an elastic body, longitudinal strain in x, y and z directions are Ex, Ey and Ez. The volumetric strain of the body is given by. So, ഒരു യൂണിറ്റ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വോളിയോമെട്രിക് സ്ട്രെയിനിൽ വരുന്ന അത് സെയിം തന്നെയാണ്. സോ ഒരു വോളിയോമെട്രിക് സ്ട്രെയിനിന് ഒരു ബോഡിയിൽ വരിക എന്ന് പറയുന്നത് സം ഓഫ് സ്ട്രെയിൻസ് ഇൻ എക്സ് വൈ z ഡയറക്ഷൻസ് ആയിരിക്കും. സോ Ex പ്ലസ് Ey പ്ലസ് Ez എന്നുള്ളതായിരിക്കും വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് ദ ബോഡിന്റെ ഇക്വേഷൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യങ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ ആർ സെയിം, ദ പോയ്സോൺസ് റേഷ്യോ ഈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാൻ ഇ എന്ന് പറയുന്നത് യങ് മോഡുലസ്, കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്, മ്യൂ എന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇ ഈസ് ഈക്വൽ ടു 3k × 1 - 2 മ്യൂ എന്നുള്ളൊരു ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഇയും കെയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. മ്യൂ ഈസ് ഈക്വൽ ടു 1/3 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി 1/3 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a solid tube is subjected to equal normal forces on all its faces. The volumetric strain will be x times the linear strain in any one of these 3 axes. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ നോക്കിയതാണ്. എക്സ് വൈ സെഡ് ഡയറക്ഷൻസിലെ എന്താണ് സം ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആണ് ഇവിടുത്തെ ഓരോ ഒരു ഈക്വൽ നോർമൽ ഫോഴ്സസ് ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് മൂന്ന് ഡയറക്ഷൻസിലും വരുമ്പോൾ ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് എന്ന് പറയുമ്പോൾ 3EX ഇസിക്കൽ ടു 3EY ഇസിക്കൽ ടു 3EZ എന്നുള്ള തരത്തിൽ തന്നെ വരും. അപ്പോൾ എക്സ് ഇസിക്കൽ ടു 3 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if an element is subjected to pure shearing stress Q, then the maximum principal stress equals. Okay, option A 2Q, option B Q root 2, option C Q, option D root 2Q. Okay, അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് നമുക്ക് ഇവിടെ ഈ ഒരു പ്ലെയിനിൽ എന്ന് പറയുന്നത് പ്യുവർ ഷിയർ സ്ട്രെസ് ഓൺലി ആയതുകൊണ്ട് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ടോ എക്സ് വൈ എന്ന് പറയുന്നത് Q ആയിരിക്കും. ടോ മാക്സ് എന്ന് പറയുന്നത് നേരത്തെ ഒരു ഇക്വേഷൻ ഉള്ളതാണ്. സോ 0 സ്ക്വയർ പ്ലസ് Q സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് Q ആണ് നമ്മുടെ ആൻസർ വരിക. ഒരു പ്യുവർ ഷിയറിംഗ് സ്ട്രെസ് ആവുമ്പോൾ എന്താണ് സിഗ്മ എക്സും സിഗ്മ വൈയും ഒക്കെ 0 ആയിരിക്കും വരിക. സോ നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടതാണ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ Q പ്ലസ് ഓർ മൈനസ് Q എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ്. Next question, a steel cable of 20 mm diameter and 10 meter long is subjected to a tensile force 5005 Newton. If the modulus of elasticity of the material of the wire is 2 into 10 raised to 5 Newton per mm square, then the elongation of the cable is. Okay, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ 2.5 mm, ഓപ്ഷൻ ബി 10 mm, ഓപ്ഷൻ സി 5 mm, ഓപ്ഷൻ ഡി 10 mm. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഡി നമ്മളിവിടെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡി എന്ന് പറയുന്നത് 20 mm ആണ്. എൽ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അതിന് നമ്മൾ mm മാറ്റുമ്പോൾ 10,000 mm എന്ന് മാറ്റാൻ പറ്റും. പി ഈസ് ഈക്വൽ ടു 5005 ന്യൂട്ടൺ ആണ്. ഇ ഈസ് ഈക്വൽ ടു 2 into 10 raised to 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതായത് ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു PL/AE ആണ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2.5 mm നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇലോങ്ങേഷൻ ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത് 2.5 mm ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ഈസ് കോൾഡ്. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എ പോയ്സോൺസ് റേഷ്യോ ആണ് നമ്മൾ അതിന്റെ ആൻസർ. അപ്പോൾ നമ്മൾ കുറച്ച് പോയ്സോൺസ് റേഷ്യോ കുറച്ച് വാല്യൂസ് ഒന്ന് നോക്കാം. കോർക്കിന്റെ പോയ്സോൺസ് റേഷ്യോ 0 ആണ്. മിക്കവാറും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോർക്കിന്റെ പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0. ഗ്ലാസിൻ്റെത് 0.2 to 0.27. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0.1 to 0.213. റബ്ബറിൻ്റെത് 0.5. സ്റ്റീല് 0.27 to 0.3. ഇൻകംപ്രസിബിൾ മെറ്റീരിയൽസ് ക്ലേ, പാരഫിൻ അതിനൊക്കെ 0.5 ആണ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൾക്ക് മോഡുലസ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ആണ് ഇതിൽ നമുക്ക് ചോദിക്കുന്നത്. അതിൽ എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു 3K into 1 minus 2 mu എന്നുള്ളതാണ്. അതിൽ K എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസും E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ആണ്. മ്യൂ എന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോയും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂനെ 1/m ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പോയ്സോൺസ് റേഷ്യോനെ 1/m ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യുന്ന ഈ ഇക്വേഷനിൽ മ്യൂവിൻ്റെ വാല്യൂ 1/m ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഇവിടെ ബൾക്ക് മോഡുലസ് ആയിട്ട് നമ്മളിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ K is equal to me/3 into m-2 എന്നുള്ള ഇക്വേഷനിലാണ് നമ്മൾ അറൈവ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക. ഈ മ്യൂ ഇസ് ഈക്വൽ ടു 1/m എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് ബൾക്ക് മോഡുലസിന്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റീരിയൽസ് ഒബേ ഹൂക്സ് ലോ വിത്തിൻ. ഹൂക്സ് ലോ നമുക്ക് ഓപ്ഷൻ എ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ഡി yield പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നത് ഓപ്ഷൻ എ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത് ഒബേ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയ്സോൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് യങ്സ് മോഡുലസ് 200 GPa ആൻഡ് റിജിഡിറ്റി മോഡുലസ് ഓഫ് 80 GPa ഈസ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം.
Option A 0.2, option B 0.25, option C 0.4, option D 0.5. So E എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉള്ളത് 2g into 1 plus mu എന്നുള്ള ഇക്വേഷൻ ആണ്. റിജിഡിറ്റി മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിജിഡിറ്റി മോഡുലസ് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. E is equal to 2g into 1 plus mu. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഈ വാല്യൂ ജി വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മ്യൂ വാല്യൂ കിട്ടുന്നത് 0.25 എന്നുള്ള വാല്യൂ ആണ്. നെക്സ്റ്റ് അതിന്റെ ഓപ്ഷൻ ബി 0.25 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ്. ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ എന്താണ് പറയുന്നത്? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ടെൻസൈൽ സ്ട്രെസ്സും, ഓപ്ഷൻ ബി കംപ്രസീവ് സ്ട്രെസ്സും, ഓപ്ഷൻ സി ഷിയർ സ്ട്രെസ്സും, ഓപ്ഷൻ ഡി സ്ട്രെയിനും ആണ്. സ്ട്രെയിൻ ആണ് നമ്മുടെ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത്. Next question, Hooke's law holds up to. Option A yield point, option B elastic point, option C plastic point, option D breaking point. പക്ഷെ നമുക്കറിയാം ഈ ഓപ്ഷൻസിൽ ഒന്നും നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇല്ല. ഹൂക്സ് ലോ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇത് ഒന്നുകിൽ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ ഇലാസ്റ്റിക് പോയിന്റ് എന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി പോയിന്റ്, ആ ഒരു പോയിന്റ് ആണ്. Next question, the ratio of linear stress to linear strain is called. Linear stress to linear strain. Option A modulus of elasticity. Option B modulus of rigidity. Option C bulk modulus. Option D Poisson's ratio. Okay. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ആ ഒരു സാധനങ്ങളുടെ ഒരു ഡെഫിനേഷൻ നോക്കാം. ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈനെയാണ് നമ്മൾ ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ അത് തന്നെയാണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ബാക്കി നോക്കാം. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. റിജിഡിറ്റി മോഡുലസ് നമ്മൾ ഷിയർ മോഡുലസ്, അതുപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നൊക്കെ വിളിക്കും. അതുപോലെ വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിനെയാണ് ബൾക്ക് മോഡുലസ് അഥവാ കെ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷിയർ സ്ട്രെസ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ്. ഷിയർ സ്ട്രെസ് പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല പ്രിൻസിപ്പൽ പ്ലെയിനിൽ, സോ 0 ആയിരിക്കും. ഓപ്ഷൻ സി 0 ആണ് ഷിയർ സ്ട്രെസ് ഓൺ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 MPa is equal to. 1 MPa എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 10⁵ kilonewton per meter square. ഓപ്ഷൻ ബി 10 cube kilonewton per meter square. ഓപ്ഷൻ സി 10⁹ Newton per meter square. ഓപ്ഷൻ ഡി 10 cube Newton per mm square. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺവേർഷൻ നോക്കാം. MP മെഗാ പാസ്കൽ എന്ന് പറയുന്നത് എന്താണ്? is equal to 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. MP എന്ന് പറയുന്നത് 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ക്യൂബ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 10 ക്യൂബ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, പോയ്സോൺസ് റേഷ്യോ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഓർത്തിരിക്കുക. ലാ ടു LIS ഫസ്റ്റ്, മുകളിൽ വരുന്നത് ലാറ്ററൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടിയിൽ LIA ആൽഫബറ്റിക് ഓർഡറിൽ LA ഫസ്റ്റ്, താഴെ ലീനിയർ എന്നുള്ള ആ ഒരു തരത്തിൽ ഓർത്തിരിക്കുക. ഞാൻ അങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a metallic rod is heated and allowed to expand. The nature of stress induced is. So option A compressive, option B no stress, option C shear stress, option D tensile stress. So ഇതിൽ ഒരു ബാർ എന്ന് പറയുന്നത് ഒരു ഫ്രീ ടു എക്സ്പാൻഡ് ആയിട്ടുള്ള ബാറാണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എന്താണ് നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോഴ്സ് വരുമ്പം അതിന് വരുന്ന എന്താണ് അതിൽ വരുന്ന സ്ട്രെസ് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഡിഫോർമേഷൻ ആണ് ഈ സ്ട്രെസ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ബാരിയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്ട്രെസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ബി നോ സ്ട്രെസ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടെമ്പറേച്ചർ സ്ട്രെസ് ഡെവലപ്ഡ് ഓൺ എ റോഡ് ഓഫ് 20 meter long
When the strain is controlled for 1/4000, the value of E is equal to 2 into 10 raised to 5 Newton per mm square. Option A 48 Newton per mm square, option B 55, option C 50, option D 1000 Newton per mm square. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ലെങ്ത് തന്നിട്ടുണ്ട് 20 മീറ്റർ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് 1/4000 ആണെന്ന് തന്നിട്ടുണ്ട്. E is equal to 2 into 10 raised to 5 Newton per mm square ആണെന്ന് തന്നിട്ടുണ്ട്. പ്രസന്റ് ഇക്വേഷൻ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിന്റെയും അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെയും ഒക്കെ ടേംസിലുള്ള ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ആൽഫ ഡെൽറ്റ ടി എന്നുള്ളതാണ്. സോ ആൽഫ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെയിൻ ആണ് അല്ലേ. സോ അത് നമുക്ക് തന്നിട്ടുണ്ട് 1/4000 ആണ്. അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയാം. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിനിന്റെ വാല്യൂവും ഇന്റെ വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 50 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി 50 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. Next question, 4 wires are made of the same material. Which of these will have the largest extension when the same tension is applied? So option A, length 50 cm and diameter 0.5 mm. Option B, length 100 cm and diameter 0.05 mm. Option C, length 200 cm and diameter 2 mm. Option D, length 300 cm and diameter 3 mm. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ എന്നുള്ളത് നമുക്കൊരു ഇക്വേഷന് അറിയാവുന്നതാണ്. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന്റെ ആ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യുമ്പോഴാണ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. അതിൽ പി ഇസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് ലോഡാണ്, എ എന്ന് പറയുന്നത് ഏരിയ ഇൻ എം എം സ്ക്വയർ ആണ്, ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് ലെങ്ത് ഇൻ എം എം ആണ്, ഇ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലോഡും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂസും കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ എന്താണ് നമുക്കിവിടെ എൽ ബൈ എ വാല്യൂ കൂടുതൽ വരുന്ന ആ ഒരു ഇതിനായിരിക്കും മോർ എക്സ്റ്റൻഷൻ ഉണ്ടാവുക. സോ എ നമ്മൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എൽ ബൈ എ വാല്യൂ ഓരോന്ന് നോക്കുമ്പോൾ എൽ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ആ ഒരു വാല്യൂസ് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 50 into 10 by pi by 4 into 0.5 സ്ക്വയർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഓപ്ഷൻ ഡിയിലാണ്. ഓപ്ഷൻ ബിയിലാണ് നമുക്ക് എൽ ബൈ എ വാല്യൂ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഡെൽറ്റ എൽ കൂടുതൽ വരുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ മോർ എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്, എൽ ബൈ എ വാല്യൂ ഇവിടെ കൂടുന്നിടത്താണ്. കാരണം പി ലോഡും എലാസ്റ്റിക് മോഡുലസ് ഇലാസ്റ്റിസിറ്റിയും രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആ എൽ ബൈ എ വാല്യൂ കൂടുതൽ കിട്ടുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ അത് ജസ്റ്റ് എൽ മാത്രമോ അല്ലെങ്കിൽ ഡയമീറ്റർ മാത്രമോ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ആ എൽ ബൈ എ റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയഗ്രാം വിത്ത് ഡയറക്റ്റ് സ്ട്രെസ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് അലോങ് വൈ ആക്സിസ് ഈസ് ഓപ്ഷൻ എ മോർ സർക്കിൾ, ഓപ്ഷൻ ബി സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം, ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, ഓപ്ഷൻ ഡി എഡീസ് ഡയഗ്രാം. സോ എന്താണ് മോർ സർക്കിൾ ആണ് അതിന്റെ ആൻസർ. ഡയഗ്രാം എന്ന് പറയുന്നത് മോർ സർക്കിളില് സ്ട്രെസ് എക്സ് ആക്സിസിലും അതുപോലെ ഷിയറിംഗ് സ്ട്രെസ് വൈ ആക്സിസിലും വെച്ചിട്ട് വരയ്ക്കുന്ന സർക്കിൾ ആണ് മോർ സർക്കിൾ എന്ന് പറയുന്നത്. മോർ സർക്കിൾ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനേഷൻ കൂടെ നമുക്ക് നോക്കാം. മോർ സർക്കിൾ ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ സോൾവിംഗ് പ്രോബ്ലംസ് ഇൻ കോമ്പൗണ്ട് സ്ട്രെസ്സസ്. It is defined as a circle drawn such a way that the x and y coordinates of a point on circumference of the circle represents normal and shear stress respectively on any plane at a point in a material subjected to two-dimensional stress system. So next question, a plane which is not subjected to shear stress is known as shear stress ഇല്ലാത്ത plane ഏതാണ്? നേരത്തെ കണ്ടതാണ്, principal plane ആണ് ആൻസർ. Next question, shear stress in two mutually perpendicular planes are. Mutually perpendicular ആയിട്ടുള്ള പ്ലെയിൻസിൽ എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ പ്ലെയിൻസ് ഹാവിങ് എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ എന്താണുള്ളത്, നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് അല്ല, സം ഓഫ് ബെൻഡിങ് മൊമെന്റ്സ് അല്ല, മിനിമം ഷിയർ സ്ട്രെസ് അല്ല, ഷിയർ സ്ട്രെസ് തന്നെ ഇല്ലാത്തതാണ്. സോ നൺ ഓഫ് ദീസ് ആണ് ഇവിടെ ഓപ്ഷൻ വരിക അല്ലേ. ഷിയർ സ്ട്രെസ് ഒന്നും ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ. അപ്പോൾ എന്താണ് നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, മാക്സിമം മിനിമം അങ്ങനെയൊന്നും അല്ല. നൺ ഓഫ് ദീസ് ആണ് ഓപ്ഷൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ഡാഷ് സ്ട്രെസ്. ന്യൂട്രൽ ആക്സിസിൽ എന്ത് സ്ട്രെസ് ഉണ്ടാവില്ല, മാക്സിമം ടെൻസൈൽ, മിനിമം ടെൻസൈൽ, മാക്സിമം കംപ്രസീവ്,
0. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ന്യൂട്രൽ ലെയർ വിത്ത് പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അവിടെ സ്ട്രെസ്സും സ്ട്രെസ് 0 ആയിരിക്കും ആൻഡ് സ്ട്രെയിൻ ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. സോ അവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുപോലെ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ന്യൂട്രൽ ആക്സിസിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a bar of cross sectional area A is subjected to axial load P, which of the following is true? So ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ stress is given as P/A at every section except at ends. Option B, bending will occur if P is not acting through the centroid of the cross section. Option C, both A and B. Option D, none of these. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ട്രെസ് ഈസ് ഗിവൺ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എയും എന്താണ് പി ലോഡുകൾ അതിൽ ഏതാണ് ട്രൂ എന്നുള്ളത്. സ്ട്രെസ് ഈസ് ഗിവൺ P/A at every section except at ends. ആ ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ. P/A ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ എൻഡ്സിൽ നമുക്ക് ആ ഒരു ഇത് എടുക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഇതിൽ ബെൻഡിങ് വിൽ ഒക്കർ ഇഫ് P is not acting through the centroid of the section അല്ലേ. സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷനിൽ ക്രോസ് സെക്ഷനിലല്ല ആ ഒരു എന്താണ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബെൻഡിങ് ഒക്കർ ചെയ്യും എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ട്രൂ ആണ്. Next question, a T section is used as simply supported beam. It is subjected to uniformly distributed load throughout the span. The maximum bending stress will occur at option A, top of the section. Option B is center of the gravity of the section. Option C, bottom section. Option D, all the junction between flange and web of the section. Okay, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് T സെക്ഷനിൽ എന്താണ് ടി ബീമിന് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഞ്ചിന്റെ അടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. സോ അവിടെ ആയിരിക്കും മോർ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലാഞ്ച് ഏരിയയിൽ. സോ അവിടെ ആയിരിക്കും നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ബെൻഡിങ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ലീനിയർ ആണ്. ബോട്ടം ഫൈബർ is situated at a distance h1 from neutral axis. Top fiber at a distance of h2 from neutral axis. അപ്പോൾ h1 greater than h2 ആയതുകൊണ്ട് stress at bottom fiber is more than the stress at the top fiber. ഓക്കെ, അപ്പം ബോട്ടം സെക്ഷനിലായിരിക്കും നമ്മളുടെ സ്ട്രെസ് കൂടുതൽ ഒക്കർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. Next question, failure of a component or a structure due to several cycles of repeated loads is called. അപ്പോൾ ഓപ്ഷൻ എ fatigue failure, ഓപ്ഷൻ ബി buckling failure, ഓപ്ഷൻ സി brittle failure, ഓപ്ഷൻ ഡി flexural failure. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു several cycles of repeated loads വരുമ്പോൾ അതിനെ fatigue failure എന്നാണ് പറയുന്നത്. So fatigue failure എന്ന് പറഞ്ഞാൽ failure of the component of a structure due to several cycles of repeated loads is called a fatigue failure. Fatigue failure is initiated at a site of stress concentration. So ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു പാർട്ടിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും വീഡിയോസ് വരുന്നതാണ്. സോ അതുവരെ ബൈ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ അതിനെ സഹായിക്കും. സോ താങ്ക് യു.